എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിൻ്റെ പാർട്ട് 2 ആണ്. അറിയാണ്ട് എൻ്റെ കൈ തട്ടി കട്ടായിപ്പോയി. ഒന്നും കൂടി ആ 100 രൂപ ചോദിക്കുന്നത് ഒന്നും കൂടി ചെയ്യാൻ മടക്കമാണ്. ആക്ഷൻ ചേട്ടാ, എൻ്റെ കയ്യിൽ ഒരു 100 രൂപ ഇവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ എവിടെയൊക്കെ എനിക്ക് കടന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇല്ലില്ല, എനിക്ക് നേരമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ച ഇവിടെ നിൽക്കാം. എനിക്ക് ജോലിയുടെ 1000 പ്രശ്നങ്ങൾ അവിടെ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോകണം ഇവിടെ പോകണം. അപ്പം എൻ്റെ ഭാര്യനെ തപ്പി ഞാൻ ഇറങ്ങിയതാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് അവൾ വഴക്ക് കൂട്ട് ഇറങ്ങിയതാണ്. അപ്പം എവിടെ പോയി എന്നൊന്നും അറിയാം. രണ്ടാമത്തെ ആളോട്, ചേട്ടാ അതെ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എനിക്ക് 100 രൂപ ഇവിടെ അങ്ങോട്ട് കളഞ്ഞ് കിട്ടിയായിരുന്നോ? എൻ്റെ 100 രൂപ എൻ്റെ ആകെ 200 രൂപ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഒരു 100 രൂപ ഞാൻ ഇവിടെ സിനിമ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി കാണാണ്ട് എവിടെ പോയെന്ന് അറിയാൻ പാടില്ല. ഒന്ന് തപ്പിച്ചുകൊണ്ടുവരും. കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് വിളിച്ച് തന്നാൽ മതി. ഞാൻ നമ്പർ പറയാം. ഈ നമ്പർ പറയാം. വേണ്ട, നമ്പറൊന്നും വേണം. എനിക്ക് എന്നോട് ആരെങ്കിലും പൈസയാണ്. ഭയങ്കര പൈസയുടെ ആവശ്യമുണ്ട്. ആ പൈസ എങ്ങനെ കിട്ടി ഞാൻ തന്നെ എടുക്കുകയുള്ളൂ. കാരണം എനിക്ക് പൈസയുടെ ഒരു ആവശ്യമുണ്ട്. അത് 200 രൂപ. ആ 100 കൂടി തന്ന ഉപകാരമായിരിക്കും. എനിക്കാണ് 200 രൂപയുടെ ഒരു ഡ്രസ്സ് മേടിക്കേണ്ടത്. അത് ബർത്ത്ഡേ പാർട്ടിക്ക് ഇടേണ്ടത്. അത് എനിക്കല്ലേ വേണ്ടത്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഡ്രസ്സ് എനിക്കല്ലാണ്ട് പിന്നെ ആർക്കാണ് മേടിക്കേണ്ടത്? തനിക്കോ? അപ്പോൾ പിന്നെ എനിക്കല്ലേ വേണ്ടത്. ആ 100 ഇട്ടിട്ടാണ് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പറ്റത്തില്ല. ആ 100 രൂപ ഇട്ടാണ് ഞാൻ തന്നെ എടുക്കും. നാലാമത്തെ ആളോട് ചോദിക്കുമ്പോഴാണ് ഇത് പോണത്. മൂന്നാമത്തെ ആളോടും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ രണ്ടാമത്തെ ആളോട് ചോദിക്കുന്നത് എന്തിട്ടാണ് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ 100 രൂപയുടെ കേസ് തന്നെ എല്ലാവരോടും ചോദിക്കുക. മൂന്നാമത്തെ ആളോട് തന്നെ ചോദിക്കുള്ളൂ. അപ്പം ബായ്. നാലാമത്തെ ആളോട് ചോദിച്ച് കഴിയുമ്പോഴാണ് എൻ്റെ പോക്കറ്റിൽ ആ 2 നോട്ട് താഴെ അതെടുക്കാൻ കുനിയുമ്പോഴാണ് ഞാൻ മുടി താഴ്ത്തിട്ടിട്ട്. അതോടെ വീഡിയോ അവസാനിച്ചു. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം. ചേട്ടാ, എൻ്റെ ഒരു 100 രൂപ ഇവിടെ വാങ്ങാൻ കളഞ്ഞു കിട്ടിയായിരുന്നോ? ഓ ഇല്ലില്ല, ഞാൻ എൻ്റെ മകനെ തപ്പി ഇവിടെ നടക്കാം. എൻ്റെ ഇടയ്ക്ക് 100 രൂപ. ആ 100 രൂപ കിട്ടിയിനി ഞാൻ എൻ്റെ മകനെ കണ്ടുപിടിച്ച് തന്നെ ഒരു പാവം മേടിച്ചു. ഒരു അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. എൻ്റെ കയ്യിൽ ആകെ ഒരു 100 രൂപയുള്ളൂ. 200 രൂപയുടെ ഒരു ഡ്രസ്സ് എനിക്ക് വാങ്ങിക്കണമായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ബർത്ത്ഡേ. അപ്പോൾ ഞാൻ പാർട്ടിക്ക് വന്നപ്പോൾ 200 രൂപയുടെ നല്ലൊരു ഭംഗിയുള്ള വലിയൊരു ഡ്രസ്സ് കണ്ടു. വെഡ്ഡിങ് ഡ്രസ്സ് പോലത്തെ. അപ്പോൾ അതെനിക്ക് വേണമായിരുന്നു. അത് മേടിക്കാൻ എനിക്ക് കാശില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ലെന്നേ, എൻ്റെ കയ്യിലുമില്ല. ഇങ്ങനെ വേറെ ആരെങ്കിലും ചോദിക്കും. എന്നോട് കിട്ടിയത് തന്നെ ഞാൻ തരത്തുമില്ല. എൻ്റെ മകന് ഒരു പാവം മേടിച്ചോട്ട് മോനും തപ്പി അങ്ങനെ നടക്കുള്ളൂ. നാലാമത്തെ ആളോട് ഫൈനലെത്തി. അമ്മേ, എനിക്കത് ചെയ്തത് മടുത്ത പോലെ. എന്താ ചേട്ടാ, ഇവിടെ കിടന്ന ഏതെങ്കിലും 100 രൂപ കിട്ടിയായിരുന്നു? എനിക്കൊരു അത്യാവശ്യമായിരുന്നു. ഇല്ല, എനിക്കൊന്നും കിട്ടിയില്ല. ഏതായാലും എനിക്ക് കിട്ടിയാൽ തന്നെ ഞാൻ തരാനും പോകില്ല. ചേട്ടാ സോറി, എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മറന്നു പോയതാണ്. അയ്യോ, അതൊന്നും കുഴപ്പമില്ല. മോളാണെങ്കിൽ എൻ്റെ കയ്യിൽ 2-3 രൂപയും കൂടി ഉണ്ട്. അതും കൂടി എടുത്തോ. എന്നാ അയ്യോ, എൻ്റെ 100 രൂപ കാണാനില്ലായിരുന്നു. എന്നാ ഇത് 2 ചേട്ടന് 2 ഉണ്ടായല്ലോ. ചേട്ടനല്ലേ പറഞ്ഞ 1 എടുത്താൽ അത് അപ്പം ഈ തെറ്റിക്കാണ്ട് അടുത്ത ഡയലോഗും കൂടി തെറ്റിക്കാണ്ട് ചെയ്യാൻ പറ്റും. അത് കുഴപ്പമില്ല, മോളെടുത്തു. അല്ല, അപ്പം ചേട്ടന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തന്നെ ഇത് തപ്പിപ്പിടിച്ച് തന്നേ. നമ്പറും കൂടി തന്നോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് നമ്പറൊന്നും വേണ്ട. കാരണം ഈ 100 രൂപ എനിക്ക് തന്നെ ആവശ്യമില്ലാത്തതാണേ. ഇതെനിക്ക് ഇവിടെ വഴി കന്ന് കിട്ടുക. അതൊന്നും അറിയാൻ പാടില്ല. മിക്കവാറും എൻ്റെ ആയിരുന്നു. കാരണം ഇന്നലെ വന്നപ്പോൾ എൻ്റെ 2 100 പോയി. കാരണം ഇന്ന് വൈകുന്നേരം എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെ മേടിക്കാമെന്ന് വെച്ചാൽ ഡ്രസ്സ്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ വണ്ടി വന്നു. കാരണം പൈസ പോയി പറഞ്ഞാൽ ഇന്ന് ഉച്ചവരെ നിന്നത്. ഈ ബർത്ത്ഡേ ഇനി സെറ്റാക്കണം. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പാർട്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇടേണ്ട ഡ്രസ്സാണ് ഞാൻ മേടിക്കാനുള്ളത്. അപ്പോൾ അതിന് പൈസ കൂടുതലായിരിക്കും. ഇതെടുത്തതിന്
അതിനൊന്നും പറയണ്ട, മോളെടുത്തോ. ഓക്കെ അമ്മ ചേട്ടാ, കുഴപ്പമില്ല ചേട്ടാ. അപ്പം എൻ്റെ അഭിനയം മൊത്തം ഇങ്ങനെ ഉണ്ടായി കമൻറ്റ് ചെയ്യണം. ഞാനൊന്ന് വീഡിയോ കട്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് എഡിറ്റ് ചെയ്യണം.